നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മറന്നിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ 1, 2, 3 തവണ ആ വ്യക്തിയോട് ക്ഷമിക്കുമായിരിക്കും. നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയോട് ഇങ്ങനെ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ആ വ്യക്തി അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടതാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തി തെറ്റുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്ത് മാറ്റേണ്ടുന്ന കടമ നിങ്ങൾക്കുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇവനെ അല്ലെങ്കിൽ ഇവളെ എന്റെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ തേപ്പുകാരാന്ന് വിളിക്കത്തില്ല, തേപ്പുകാരിന്ന് വിളിക്കുമോ എന്നോർത്തൊക്കെ നിങ്ങൾ പേടിക്കും. സമൂഹം എന്ത് കാണും, എന്ത് ചെയ്യും എന്ന് നിങ്ങൾ പേടിക്കും. ഒരു വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഭർത്താവ് ഭാര്യ മറന്നിട്ട് ഇങ്ങനെയുള്ള ബന്ധത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരും ചിന്തിക്കും സമൂഹം എന്ത് കരുതുമെന്ന്. സോ നിങ്ങൾ ഒന്നും കരുതണ്ട, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നാൽ അവിടെ നിന്ന് മൂഞ്ചി പോകത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു ലൈഫിൽ നിന്ന് എടുത്ത് കളയേണ്ട ബാധ്യത നിങ്ങളുടേത് മാത്രമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് മാക്സ് ഹിയർ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം.